ഗുഡ് മോർണിംഗ് ഗൈസ്. കൊച്ചിയിലെ നമ്മളെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ നമ്മൾ ആദ്യം തന്നെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള നല്ല രീതിയിൽ ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാഷിങ് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ചാർജിങ് സ്റ്റേഷൻ നോക്കാനുണ്ട്. GOBP നമ്മൾ ഒരെണ്ണം നോക്കിയിട്ടുണ്ട്. കൂടാണ്ട് ചാർജിങ് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അന്ന് പരിചയപ്പെട്ട GOBPന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ വിളിച്ചിരുന്നു. അയാളിപ്പോൾ കൊച്ചിയിലുണ്ട്, മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അയാളും കൂടി കാണണം. അവിടെയുള്ള ചാർജിങ് സ്റ്റേഷനിൽ പോയി MG തന്ന ഫ്രീ ചാർജിങ് പോയിന്റിന്റെ ഇഷ്യൂ അത് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യണം. സോ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഒരാഴ്ച പോലും ആയിട്ടില്ല വാഷാക്കിയിട്ട്. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ് മാറ്റാനുണ്ട്. നമ്പർ പ്ലേറ്റിന് ഇന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കൊച്ചിയിൽ തന്നെയുള്ള MGയിലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതും കൂടി ചെയ്യണം. അത് ചിലപ്പോൾ ഇന്ന് കിട്ടും, അല്ലെങ്കിൽ നാളെ കിട്ടുള്ളൂ. നമ്മളൊരു വണ്ടി വാഷ് ചെയ്യൽ കറക്റ്റ് പ്രോപ്പർ പ്രൊഫഷണൽ വേയിലാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെന്താക്കുന്നത്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് റിസർവ് യൂസ് ചെയ്യേണ്ടി വരുന്നു. ഇടവ കണ്ട വാഷ് ചെയ്തിട്ടും കുറേ സ്റ്റെയിന് ബാക്കി. രാവിലെ തുടക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ആക്കുമ്പോൾ തന്നെ പോകും. പണ്ട് കാര്യമില്ല, നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആകാൻ മതി. ബാക്കി നമ്മളെ ഡീറ്റെയിലിംഗ് സെൻറ്ററിൽ എത്തിയിട്ട് ക്ലിയർ ആക്കാം. കഴിയാൻ വേണ്ടി കാത്തുന്ന പോലെയാണ് മഴ പെയ്ത്. പ്രശ്നമില്ല, എന്നാലും വണ്ടി തീരെ വാഷ് ചെയ്യാതെന്നാൽ നമ്മൾ PPF ചെയ്ത വണ്ടി ആയതുകൊണ്ട് അതിൽ PPF നല്ലോണം സ്റ്റക്കായി നിൽക്കും. പിന്നെ അത് ക്ലിയർ ചെയ്യാൻ നല്ലോണം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വാഷിങ്ങിന് എന്തുകൊണ്ട് കസ്റ്റമർ കൂടുതൽ ആവശ്യം വരുന്നതെന്നല്ലോ. ഒരു വട്ടം നമ്മൾ വാഷിംഗ് സെൻറ്ററിൽ വന്ന കസ്റ്റമർ റിപ്പീറ്റായി വരുന്നത്. കാരണം നമ്മൾ അത്രയും പ്രീമിയം ലെവലിലാണ് സർവീസ് ചെയ്യുന്നത് അല്ലേ. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എല്ലാം എങ്ങനെയുണ്ട് പോരാ. അപ്പോൾ അതാണ് അവസ്ഥ. നമുക്കിനി നോക്കാം ബാക്കിയുള്ള വാഷിംഗ് സെൻറ്ററിലെല്ലാം എങ്ങനെയാണെന്നുള്ളത്. ഗൈസ്, നമ്മൾ വണ്ടി വാഷ് ചെയ്ത് നേരെ വന്നത് ചാർജിങ് സ്റ്റേഷനിലേക്കാണ്. ഇപ്പോൾ ഉള്ളത് നമ്മൾ KCBൻ്റെ അണ്ടറിലുള്ള. കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ചാർജാക്കിയ സെയിം സ്ഥലത്താണ്. ഇവിടുന്ന് ഇപ്പം 51% ചാർജ് ഉണ്ടായിരുന്നു. നമ്മൾ അത് 100% ചാർജ് ആക്കിയിട്ടുണ്ട്. 350 ഉറുപ്പിൻ്റെ താഴെയാണ് നമുക്ക് കോസ്റ്റ് ആയിട്ടുള്ളത്. 350 ഉറുപ്പിക്ക് നമുക്ക് 50%, അതായത് 50% ആകുമ്പോൾ അറൗണ്ട് മിനിമം 125 കിലോമീറ്റർ എങ്കിലും മിനിമം നമുക്ക് ഓടാം. മാക്സിമം അതൊരു 150 വരെ ആവാം. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് വെച്ച് കണക്കൂട്ടിയാൽ മനസ്സിലാവുമല്ലോ. ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മെസീബിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവാൻ. എന്താ കഴിക്കുന്നത്? ഹലോ, ഫോണല്ലേ ഉള്ളത്? നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ക്ലീനസ്റ്റ് പഞ്ചായത്തായിട്ടുള്ള ഏലൂർ പഞ്ചായത്തിലൂടെയാണ്. ഇവിടെ റോഡ് സൈഡിൽ നിന്ന് ഒരു കച്ചരിയും വേസ്റ്റ് ഒന്നും കാണാൻ പറ്റില്ല. ഇത്രയും വലിയ സിറ്റി ആയിട്ട് പോലും കണ്ട റോഡെല്ലാം എന്ത് ഭംഗിയായിട്ട്. അതെ, ഡിവൈഡറിലെല്ലാം കണ്ട ഡിവൈഡറിലെല്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഇത്രയും നല്ല സിറ്റീൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല നാച്ചുറൽ ഇത്രയും നല്ല മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നോക്കാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വേസ്റ്റ് ചാടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. പാത്തുവിനോട് വ്ലോഗ് എടുക്കാൻ പറഞ്ഞെങ്കിൽ എന്തോ ഒരു ചളി തന്നെ. വേസ്റ്റ് ഉണ്ടോ നോക്കിയേ? വേസ്റ്റ് ഇല്ല, കണ്ടുണ്ട്. നല്ല പുല്ലുണ്ട്. നിയോസ്, ഗ്രാൻഡ് ഐറ്റം നിയോസ്. അത് എന്തുകൊണ്ട് അതിന്റെ നമ്പർ പ്ലേറ്റ് അങ്ങനെ ആയത്? അല്ല, അതിന്റെ കളർ കണ്ട ബ്ലാക്ക് റെന്റ് കാറാണ്. ലീഗലി റെന്റിന് കൊടുക്കാൻ പറ്റുന്ന കാറാണ് EVMന്റെ
റെന്റിനെല്ലാം കൊടുക്കാൻ പറ്റുന്നു. അതായത് ലീഗലി റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇത് റെന്റിന് കൊടുത്തിട്ടുള്ളതാ? റെന്റിന്. നമ്മളങ്ങനെ ഏലൂർ ഫെറി ടൂറിസം സെന്ററിൽ എത്തിയിരിക്കുന്നു. ഇവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിയില്ല. എന്തോ പറഞ്ഞിട്ട് എത്ര ഇതുണ്ട് എന്ത് വെച്ചാ അജു എന്തോ പറഞ്ഞിട്ടേ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏത് മണിക്കുള്ളതെന്നെല്ലാം നോക്കണം. ബോട്ടിന് 6:30 6:00 അത് കഴിഞ്ഞാൽ തിരിച്ചോ? അത് കഴിഞ്ഞ് റിട്ടേൺ ഉണ്ടാവില്ല. അയ്യോ, വേറെ എവിടുന്ന ഇനിയിപ്പോ ഉണ്ടാവുക? ഇനിയിപ്പോ അടുത്ത സ്റ്റേഷൻ ഹൈക്കോർട്ട് ഉള്ളൂ. ഹൈക്കോട്ട് സ്ഥിരം ഉണ്ടാവണതാ. എത്ര മണി വരെ ഉണ്ടാവും? അത് 7 മണി വരെ. ഓക്കെ, ഞങ്ങള് വഴി മാറിയിട്ട് വന്നതാണ് ഇങ്ങോട്ട്. പിന്നെ നിയർ ബൈ മെട്രോ സ്റ്റേഷൻ ഏതാ നോക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് നോക്കി. ഹൈക്കോർട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും. എന്നെ നോക്കിയിട്ട് എന്താക്കാൻ? ഞാനെടുത്ത സ്ഥിരം താമസക്കാരനല്ലല്ലോ, എനിക്കെന്തറിയാൻ. വഴി തെറ്റിയപ്പോൾ പിന്നെ അങ്ങോട്ട് ഞാൻ ആടുന്ന പകുതി എന്ന് പറയുമ്പോ എന്നെ പുച്ഛിച്ചു. മനസ്സിലായ? അത് കറക്റ്റ് നീ പറഞ്ഞത്. ആരെയും വില കുറച്ച് കാണരുതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ വീടത്തോളം തന്നെ വില കുറച്ചിട്ടാ കാണുന്നുണ്ടതിന്. അല്ല, നീ പുച്ഛിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞത്. അർജുനെ വിളിച്ചു നോക്കുന്നു. ഇനി 6:30 ഉള്ളൂ ഇവിടുന്ന്. നേരെ അങ്ങോട്ടൊക്കെ തന്നെ. ഞാൻ ഇച്ചാനോട് പകുതി തന്നെ പറഞ്ഞേ തിരിച്ചോ എന്നെ പുച്ഛിച്ചു. അപ്പൊ നിങ്ങ ബാവയിലെന്നെ നോക്കട്ടെ പോയാലോ കൂട്ടിട്ട് അങ്ങോട്ട് വരാൻ കഴിയുന്ന. നീ എന്തെങ്കിലും നിങ്ങ നോക്ക് കാണാതെ വിളിച്ചത് കാണാതെ അങ്ങനെ കൂട്ടാ വരണ. ഇവിടുത്തെ ഭംഗിയെല്ലാം നല്ല അടിപൊളിയാണ്. സ്റ്റോപ്പിങ്ങിനാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് ഏലൂർ. ഇവിടുന്ന് ചേരാനെല്ലൂർ, വാഴപ്പുഴ, ഇത് വാരാപ്പുഴ, കോരാട്. പിന്നെ ഇപ്പോൾ സർവീസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഹൈക്കോട്ട്. അതെവിടെ? ഹൈക്കോട്ടിലാണ് ഇപ്പോൾ ഉണ്ടായാലും. കൊച്ചി എന്ന് പറയുന്നത് ഫുള്ള് കായലുകളും എല്ലാം ഉള്ള സ്ഥലമാണ്. ഈ കായൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിക്കുന്നതാണ് ഈ വാട്ടർ മെട്രോ. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഒരു മാപ്പ്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. കായൽ ആരോ മീൻ പിടിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറയിൽ കാണുന്ന ഭംഗിയെക്കാളും ഇവിടെ ഇങ്ങനെ നിന്ന് കാറ്റ് കൊള്ളാനുള്ളൊരു സുഖം, അത് അടിപൊളിയാണ്. നല്ല രസമുണ്ട്. എന്തായാലും ഒരു സസ്യായത് കൊണ്ട് നമുക്ക് ഇവിടെ നിന്നൊന്ന് വീടെടുത്തിട്ട് പോകാം. അതാണ് നമ്മുടെ മെയിൻ പ്രൊജക്റ്റ്. പറയുന്നത് കുറേ ചളിയാക്കല്ല, കുറച്ച് ചെളിയൊക്കെ. ഇത് പറ്റ ചെളി. ഈ കായൽ പോലും ഉണ്ടായില്ല ഇത്ര ചെളി. കായലരികത്ത് വള്ളക്കിളി സുന്ദരി. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിനി. ഇനി പുഴക്കരനോടൊരു സ്നേഹം തോന്നി, അത്രയാണ് അല്ലേ? നമ്മളവരോട് സംസാരിച്ചു. അപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് 3:30 പോയി. ഇനി കുറച്ച് നേരത്തെ അതിന് കിട്ടട്ടെ. മാത്രമല്ല ഇനിയിപ്പോൾ അടുത്തുള്ളത് വൈറ്റില എവിടെ പറഞ്ഞത് സ്റ്റേഷൻ പറഞ്ഞു. അവിടുന്ന് 2 സ്റ്റേഷനിലേക്കേ ഉള്ളൂ. ഏറ്റവും നല്ലത് ഹൈക്കോർട്ടിൽ പോലെ തന്നെയാണ്. ഹൈക്കോർട്ടിൽ പോയാലും പുറത്ത് കൊച്ചി ആടിയിടെല്ലാം പോവാണ്. നമുക്കൊരു കാര്യം അങ്ങോട്ടേക്ക് പോവാം. നല്ല വ്യൂ ആണ്. ആ ഭാഗത്തുള്ള അടിപൊളി വ്യൂ ആണ്. കൊച്ചി കായലിൻ്റെ വ്യൂകളും ഒരു പ്രത്യേക രസം. സൂപ്പർ. നല്ല ഒരു മനസ്സൊന്ന് അല്ലേ? അതെ, ഇത് മനസ്സിൽ നല്ല റിലാക്സ് ആകുന്നില്ലേടാ. ഈ 2 സൈഡും പുഴയായിരിക്കും. നല്ല ഭംഗിയായിരിക്കും. ഇതിലിട്ടോ എന്ത് രസമാണ്. വേറെ എന്തൊരു രസം അല്ലേ? പച്ചപ്പുണ്ട്, അതേപോലെ തന്നെ കായലും ഉണ്ട്. ഈ സമയത്ത് വന്നുകൊണ്ട് എല്ലാം നല്ല ഭംഗിയിൽ കാണാം. നമുക്കിത് വേറെ രീതിയാണ്.
ടോള് കിട്ടിയല്ലോ. വേറെ രീതിയാണ്. കാരണം ഇവിടെ കണ്ട ഇപ്പുറം വെള്ളം, ഇപ്പുറം കര, കുറച്ചപ്പുറം വീണ്ടും അക്കരെ ഇക്കരെ. ഗൈസ്, കൊച്ചിയിലെ ഏറ്റവും നല്ല ആകർഷണമുള്ള ഒരു ഏരിയയിലാണ് നമ്മ പോകുന്നുള്ളത്. വാവ്, നോക്കിക്കോ, ഇതാടെ ബോട്ട് ജെട്ടി മെട്രോ കാണുന്നുണ്ട്. നമ്മോട്ടൊക്കെ പോകുന്നത് ഇവിടെ നോക്ക്, ഈ സൈഡ് റൈറ്റ് സൈഡ് നോക്ക്, ഷിപ്പ് ജങ്കാറ് എങ്ങനെയുണ്ട്? സൂപ്പർ. നമ്മളൊക്കെ ഒക്കെ ഉണ്ടായ ടീം വരാണ്ട് എത്രയാണ്? ചായക്കടി അടുത്തോ ഫ്രിഡ്ജ് വെച്ചതാ. പാങ്ങുണ്ട്. കുറച്ച് തണ്ണിയൊന്നുമില്ല. വെറ്റാണെങ്കിൽ എത്ര ഉണ്ടാവും? ഏകദേശം 1 കിലോ അടുത്ത് വേണം ചെയ്യണമെങ്കിൽ. ഇത് ഒറിജിനൽ തന്നെ ആയിരിക്കും. ഗൈസ്, നമ്മൾ ഹൈക്കോടതി വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. എത്ര മണി വരെ ഉള്ള? ഇതൊരു 7 മണി വരെ ഉണ്ടാവും ഇവിടെ. പിന്നെ അടുത്ത് ഇന്നിപ്പോൾ കുറച്ച് ആള് കുറച്ച് കുറവ് പോലെ കാണുന്നുണ്ട്. നമുക്ക് പോവാം. ഇതിപ്പോൾ 4 പേർക്കുള്ളത് ഇതേ ടിക്കറ്റ് അല്ല. ഇവിടുന്ന് എത്ര മണിക്ക് വന്നിട്ട്? ഇവിടുന്ന് 6:15 6:20 അല്ലേ? നമ്മൾ വരുമ്പോൾ കുറച്ചാളുണ്ടേ. ഇപ്പോൾ കുറേ ആളായി പോട്ട് കൊച്ചിയിലേക്ക്. തിങ്കളാഴ്ച ആയതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. ഇല്ലെങ്കിൽ നല്ല തിരക്കും കാട്ടി. ഞായറാഴ്ച ഈ മൃഗങ്ങൾ വെരി വെരി വെരിയായി. എന്ത് ലൈഫ് ജാക്കറ്റ് എന്തിന്? കുറച്ച് നേരത്തെ വരണേ, കുറച്ച് ലേറ്റ് ആയി പോയി. സമയം 6:30. കുറച്ച് ഒരു 4 മണി ആ സമയത്ത് വന്നാൽ നല്ല പാങ്ങണ്ടേ. കളന്നർ ഓർഡർ ചെയ്തപ്പോൾ 2 ഒരെണ്ണം നല്ല കിട്ടി, ബാക്കി 2 ബന്നങ്ങ തിരവുക സാധനം. ഓക്കെ, എന്ത് ചെയ്യാം, പറ്റ കാര്യമില്ല അല്ലേ? ഇത് നല്ല പാണ്ടായിട്ടുണ്ടാവുമല്ലോ ഇതിൻ്റെ വെള്ളം. ഫസ്റ്റ് ഓൾഡ് ഇട്ട് ബാക്കി നമ്മൾ 2ാമത്തെ ഡ്യൂപ്ലിക്കേറ്റാ. ഇങ്ങനെ ബന്നങ്ങ ഇവിടെ നായി, ജീവനില്ലാത്ത നായി. അത് മത്സ്യകന്യക. എന്ത് പരിപാടി? എത്ര ദിവസം? ഇപ്പൊ രാത്രിയില്ലേ? രാത്രിയാ? എനിക്ക് കിട്ടത് കാണുന്നില്ല ഇപ്പോൾ. ഇനി നമുക്ക് നേരെ മെട്രോയിൽ പോയിട്ട്, അല്ല ഈ വാട്ടർ മെട്രോന്ന് വണ്ടികളുടെ അടുത്തേക്ക് പോയിട്ട് അവിടുന്ന് നേരെ കൊച്ചി മെട്രോയിൽ പോവാം. ട്രെയിനിൽ ലുലുവിൽ പോവാം. അതിൽ കുറച്ച് ലുലുവിലും കൂടി കുറച്ച് എന്തെങ്കിലും പർച്ചേസ് ആക്കിയിട്ട് എന്താക്കാം, നേരെ വിടാം. ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുക്കണം. പോയിക്കോ, ടിക്കറ്റ് എടുത്തോ. നമ്മൾ നേരത്തെ പോയ പോലെയല്ല, ഇപ്പോൾ നല്ല ക്രൗഡാണ് മെട്രോയിൽ. സമയം ഇപ്പോൾ 7:25 അല്ലേ?
ഇവിടുന്ന് ഹൈക്കോർട്ടിൽ നിന്ന് വൈപ്പിനിലേക്ക് മാത്രം കുറേ ലേറ്റ് ആവോളം സർവീസ് ഉള്ളത്. 8 മണി വരെ എന്തോ ഉള്ളത്. അല്ല ഇത് 7:30 അല്ലേ, പറയാനില്ല. ചിലപ്പോൾ മറൈൻ ഡ്രൈവിലെ നടന്നു പോവാണ്. ആൾക്കാരിൽ കുറച്ച് കുറവുണ്ട്, എന്നാലും ചെറിയ വന്നില്ലെങ്കിലില്ല നമുക്ക് കാലിടാൻ പോലും പറ്റിട്ടില്ല. ഞായറാഴ്ച ഏത് സമയത്തും ചിലപ്പോൾ തിരക്കുണ്ടാവും. പിന്നെ അതെ, വർക്ക് ഡേ അല്ലേ, ആള് ഫുള്ള് ചൂട്ടിൽ വരുന്നുണ്ട്. എന്ത് പണിക്ക് ഏടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കണ്ടാലും ആളെ കയറണം. ജസ്റ്റ് ഒന്ന് പരിസരം നോക്കാം. എന്ത് ജസ്റ്റ് ഒന്ന് പരിസരം നോക്കിയിട്ട് എന്ത് കാര്യം? റിവ്യൂ പറയാം. നമ്മൾ ഇന്നലെ ലുലുവിൽ വന്നപ്പോൾ 50% ഓഫർ ഉണ്ടായതുകൊണ്ട് ഫുള്ള് തിരക്ക്, കാലിടാൻ സ്ഥലം ഉണ്ടായി. തിരക്കേയില്ല, ഇന്നത്ര ഓഫർ കഴിഞ്ഞില്ല. ഓഫർ കഴിഞ്ഞുകൊണ്ട് ഇന്ന് ആരുമില്ല. അത് മാത്രമല്ല, ഓഫറിന് വരുന്നത് വലിയ വലിയ ജി വാഗനിലും പിന്നെ ബെൻസിൻ്റെയും BMW ടോപ്പ് എൻഡ് വണ്ടിയിലാണ് ആൾക്കാർ വരുന്നത്. ഓർക്കല്ല ഈ 50% ഓഫറിന് വെയിറ്റ് ചെയ്യുന്നത്. കഥയൊന്നറിയില്ല. ഏതായാലും നമ്മളിപ്പോൾ ഇന്ന് വന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാൻ കഴിയും. ഫുഡ് ഇവിടെ തന്നെ കഴിക്കാമല്ലോ, നല്ല ഫുഡ് ഉണ്ടെങ്കിൽ. നല്ല ഫുഡ് ഉണ്ടെങ്കിൽ കഴിക്കാം. നോക്കാം നമുക്ക് എന്തുള്ളൂ. അട്ടം നോക്കി നിൽക്കുന്നുണ്ടല്ലോ. എന്താ അട്ടം നോക്കുന്നത്? നല്ല തലമുട്ടോ. വലിയൊരു ഷോപ്പിംഗ് കഴിഞ്ഞ പ്രതീതിയിലാണ് ഈ വരുന്നതെങ്കിൽ ഒരു കാര്യം നടന്നിട്ടില്ല. ഇന്നത്തെ പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ള ചില മീറ്റിംഗ്സൊക്കെ. ഭാവി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം.